ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയൊക്കെ ഒന്ന് യൂട്യൂബിൽ പോയി. അങ്ങനെ പോയപ്പോഴാണ് ഞാൻ നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം ഓർത്തത്. നമ്മുടെ മലയാളികൾക്ക് ഞെട്ടുക എന്ന് പറയുന്നത് വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. ഏത് കാര്യം കേട്ടാലും ഉടനെ വലിയ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തും. അത് ചെറുപ്പം തൊട്ടേ നമ്മളൊക്കെ ഇങ്ങനെ ഈ അമ്പലത്തിലും പള്ളിയിലും, ഒരു പള്ളിയിലല്ല അപ്പുറത്തെ പള്ളിയിലും അതിൻ്റെ അപ്പുറത്തെ പള്ളിയിലും എല്ലാം പെരുന്നാളുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഈ അമിട്ട് കതിനായ പടക്കം ബാൻഡ് ഇതൊക്കെ ഇങ്ങനെ കേട്ട് നമ്മളിങ്ങനെ ഞെട്ടി ഞെട്ടി ശീലിച്ചിട്ടുണ്ടല്ലോ. ഈ ഞെട്ടൽ എന്ന് പറയുന്നത് നമ്മളങ്ങ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതോടെ നമ്മുടെ ഒരു ഉത്തരവാദിത്വം, നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഏത് വിഷയത്തിലായാലും കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ ഒരു രക്തത്തിൽ അലിഞ്ഞ ഒരു മലയാളികളുടെ ഒരു ശീലമായി തോന്നുന്നു. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അബ്ദുള്ള ഒരു പരാമർശം നടത്തി, മമ്മൂട്ടി തൗബ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെയുള്ള മലയാളികളുടെ ഞെട്ടലെല്ലാം ഞാനിങ്ങനെ വായിക്കുമായിരുന്നു. എന്തൊരു ഞെട്ടലാണ്. ചിലരൊക്കെ ആണെങ്കിൽ ഒന്നും രണ്ടും ഞെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ അടുത്തുള്ളവരോടൊന്ന് ഒരു കടം മേടിച്ചും കൂടെയാണ് ഞെട്ടൽ. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന എന്തോ ഒരു വലിയ സംഭവം പോലെയാണ് ഞെട്ടുന്നത്. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുകയാണ്, നമ്മൾ ഇപ്പോൾ ഇവിടെ ഇതേ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഹമാസ് എന്നൊരു തീവ്രവാദ സംഘടന ഇസ്രായേൽ എന്നൊരു രാജ്യത്ത് ആക്രമിച്ച് കടന്ന് അവരുടെ ഏകദേശം 1200ഓളം പേരെ കൊന്നു. അവിടെ തന്നെ ആ ആക്രമണത്തിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള നഴ്സുമാരുടെ അവർ 6 മണിക്കൂറോളം ഒരു ഇതിൽ ജീവൻ ഭയന്ന് ഇരുന്ന് അതിനുശേഷം അവർ പുറത്തിറങ്ങി വന്ന് അവരുടെ ചുറ്റുമുള്ള വീട്ടുകാരെ മുഴുവനും കൊന്ന് അവരുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി. ഇപ്പോഴും അവരിൽ 38 പേര് ഇപ്പോഴും ബന്ദികളായി കഴിയുന്ന ഒരു തീവ്രവാദ സംഘടനയ്ക്കു വേണ്ടി അവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിന് വേണ്ടി കോഴിക്കോട് കടൽപ്പുറത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും പിന്നെ വീണ്ടും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്ത ഒരു സമൂഹത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ അബ്ദുള്ള അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മലയാളികൾ എങ്ങുമില്ലാത്ത ഞെട്ടൽ രേഖപ്പെടുത്തുന്നത്, എങ്ങുമില്ലാത്ത ഒരു അത്ഭുതം രേഖപ്പെടുത്തുന്നത്. ഇതൊക്കെ എന്ത് ഭാവിച്ചിട്ടാണ്? ഈ ഞെട്ടലല്ലേ, കുറേ കാലമായിട്ടില്ലേ ഈ ഞെട്ടൽ മാത്രമല്ലേ ഈ കേരളത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നുകിൽ ഇപ്പം ഞാൻ എപ്പോഴും കോയ കോളിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ സ്ഥിരമായിട്ട് കേൾക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാനായിട്ട്. കാരണം ചിലതൊക്കെ വളരെ നന്നായിട്ട്, ചിലരൊക്കെ വന്ന് പറയുന്നത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും. ശരിയാണ്, മുസ്ലിം മതം വിശ്വാസികളെന്ന് പറയുന്നത് അവരൊരു ഇസ്ലാം മതത്തിൻ്റെ ഇരകളാണ് എന്ന് പറയുന്നത് വളരെ ഇതാണ്. പക്ഷെ ചിലർ എത്ര നിഷ്കളങ്കരായിട്ട് വന്നിട്ടാണ് അവർ, കുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, അവരെത്ര ക്രൂവലായിട്ട്, എത്ര ക്രൂരതയോടുകൂടി തന്നെയാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ നിങ്ങളെല്ലാവരും പിന്തുണയ്ക്കേണ്ടത് അബ്ദുള്ളയെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതാണ് ശരി, അദ്ദേഹമാണ് കറക്റ്റായിട്ടുള്ള കാര്യം പറയുന്നത്. അങ്ങനെ പറയുമ്പം ഈ സമൂഹത്തിന് ഇത് ഞങ്ങളുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തെറ്റാണ് എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞ് ജീവിക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റുന്നില്ല. പക്ഷെ മറ്റു മനുഷ്യർക്ക് അത് മനസ്സിലാക്കി ജീവിക്കാനും അത് മനസ്സിലാക്കി പെരുമാറാനും സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നിട്ട് കാഫിർ എന്ന് വിളിക്കുന്നത് ശരിയാണോ, മറ്റുള്ളവരെ കാഫിർ എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു അത് യുദ്ധ സന്ദർഭത്തിൽ വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പറഞ്ഞ് അറ്റ് ദ എൻഡിൽ ഈ കൊച്ചിനോട് ചോദിക്കുകയാണ്, നീ കാഫിർ എന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ വിളിക്കും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമുക്കെന്താണ്, ഓക്കെ, നിങ്ങൾ ഒരു യുദ്ധ സന്ദർഭം വന്നാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മറ്റു മതവിശ്വാസികളെ കാഫറുകളായിട്ട് കാണാനേ കഴിയുള്ളൂ, അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് എങ്കിൽ മറ്റു ജനങ്ങൾക്ക് ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് നയിക്കാനിടയാകാനുള്ള സാഹചര്യങ്ങളെ മുൻകൂട്ടി കാണാനും പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇസ്രായേൽ നമുക്കറിയാം എന്തുമാത്രം സുരക്ഷിതത്വം അവരുടെ രാജ്യത്തിനും അവരുടെ ജനങ്ങൾക്കും കൊടുത്തുകൊണ്ടാണ് അവർ അനുദിനം ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം പ്രത്യയശാസ്ത്രം അവർക്കറിയാം, ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രം അവർക്കറിയാം. അവസാന ജൂതനെ കൊന്നു കഴിഞ്ഞാൽ ലോകം അവസാനിക്കുകയുള്ളൂ എന്ന പ്രത്യയശാസ്ത്രത്തെ വിശ്വസിക്കുന്ന തീവ്രവാദ സംഘടനകൾ ലോകമെമ്പാടുമുണ്ടെന്നും അവരെ കൊന്നൊടുക്കാൻ ശ്രമിക്കുമെന്നും അവർക്കറിയാവുന്നത് കൊണ്ട് അവർ അതിൻ്റെ പ്രിക്കോഷൻസ് എപ്പോഴും എടുത്തുകൊണ്ട് എപ്പോഴും വിജിലൻ്റ് ആയിക്കൊണ്ട് അവർ ജീവിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലുള്ള ജനങ്ങൾക്കും ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും ഇന്ത്യയുടെ ഭരണാധികാരികൾക്കും ഒക്കെ പിന്നെ അതിനുള്ള പ്രിക്കോഷൻ അനുസരിച്ച് ഇങ്ങനെ ഒരു ആഭ്യന്തര, ഇപ്പോൾ ഇന്നലത്തെ ചാനൽ ചർച്ചയിലും
ഞാൻ രാത്രി കിടന്നുകൊണ്ട് കേട്ടതുകൊണ്ട് ആ പുള്ളിക്കാരിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു യുദ്ധസന്ദർഭം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ഒരു ആഭ്യന്തര കലഹം ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കുക, നമുക്ക് സുരക്ഷിതത്വം എടുക്കാനും നമുക്ക് സുരക്ഷിതരായിട്ട് ജീവിക്കാനും കഴിയുകയില്ലേ. പക്ഷെ നിങ്ങളിങ്ങനെ എല്ലായിടത്തും ഒന്ന് ഞെട്ടൽ ഒരു വശത്ത് രേഖപ്പെടുത്തുക, അയ്യോ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുക, ഇങ്ങനെയൊക്കെ ഇങ്ങനെ തക്കിയ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് സാധാരണക്കാരായ മനുഷ്യർ നമ്മൾ കാലങ്ങളായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്. ഞാൻ ആ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമയിലും പറയുന്നുണ്ടല്ലോ, പ്രാഞ്ചിയേട്ടൻ സൈഡിനകത്ത് പറയുന്നത്, മലയാളികൾ എന്താണ് നിങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരാൾ എങ്ങോട്ടേലും പള്ളിയിലോ അമ്പലത്തിലോ പോകുന്നെന്ന് കേട്ടാൽ ഗടിയെ എൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ, അവിടെ ഒന്ന് ശരിയാക്കി തരണേ എന്ന് ചോദിക്കുന്ന മലയാളികളാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. നമ്മളൊക്കെ ജീവിച്ചത് അങ്ങനെയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് എൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, ഇങ്ങനെയൊക്കെ ജീവിച്ച ഒരു കാലം നമുക്കുണ്ട്. അതൊന്നും അത്ര പെട്ടെന്ന് മലയാളിയുടെ മനസ്സിൽ നിന്നും മായുകയോ അല്ലെങ്കിൽ ആ ശീലങ്ങളൊന്നും മറക്കാൻ പറ്റുകയോ ചെയ്യില്ല. അപ്പോൾ ശീലങ്ങൾ മാറിയ ആൾക്കാർ നോക്കൂ, ഇത് കാരണം നമുക്കറിയാം ഹലാൽ എന്നൊരു കാര്യം നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ കേട്ടിട്ട് പോലുമില്ല. ഇപ്പം നമുക്കറിയാം ഹലാൽ എന്താണ്, ഹലാൽ എങ്ങനെയാണ്, എന്തിനാണ്, ഇതെല്ലാം നമുക്കറിയാം. അപ്പം അങ്ങനെ ശീലങ്ങൾ മാറി, കാര്യങ്ങൾ മാറി എന്ന് നമ്മൾ ഈ ഞെട്ടൽ മാത്രം രേഖപ്പെടുത്താതെ യാഥാർത്ഥ്യത്തോടു കൂടി ഞെട്ടൽ രേഖപ്പെടുത്തിയതിന് ശേഷം ശരിയാണ്, അതാണ് ഞങ്ങളുടെ സത്യം എന്നങ്ങ് പറയുവാണെങ്കിൽ എല്ലാവർക്കും എളുപ്പമുണ്ട്. റെസ്പോൺസിബിൾ ആകുക. നമ്മൾ നമ്മുടെ സൊസൈറ്റിയോടും നമ്മുടെ മതത്തിനോടും നമ്മുടെ വിശ്വാസങ്ങളോടും നമ്മൾ റെസ്പോൺസിബിൾ ആകുക. അതിനകത്ത് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയല്ലേ, ഇന്ത്യ രാജ്യത്ത് ഇപ്പം ഞാൻ പറയാം, കോൺഗ്രസ് ഷബാനു കേസിൽ അവർക്ക് പിന്നെ ജീവനാംശം കൊടുക്കാൻ ആയിട്ട് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ, മുസ്ലിം സ്ത്രീക്കായാലും എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ അവർക്കും അവരുടെ ഭർത്താവിൽ നിന്ന് ജീവനാംശം കിട്ടാൻ ആയിട്ടുള്ള നിയമം പാസ്സാക്കിയപ്പോൾ, കോടതി വിധിച്ചപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഭരണഘടന തിരുത്തി വരെ ഇവിടെ കാര്യങ്ങൾ നടത്തിയവരല്ലേ. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ നിലപാട് ആദ്യം പറയുക, നിങ്ങളുടെ ആവശ്യങ്ങൾ ആദ്യം പറയുക. അത് കേട്ടാലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ അതനുസരിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനും അതിനോട് യോജിക്കണമോ വിയോജിക്കണമോ എന്നും ഒക്കെ തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഇത് ഇങ്ങനെയൊന്നുമില്ല, അബ്ദുള്ളയ്ക്കാണ് കുഴപ്പം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇന്നലെ ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ആൾ പറഞ്ഞ അയാൾക്കാണ് കുഴപ്പം, അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥം അതാണ്. ഒന്നുകിൽ എല്ലാവരും മതം പഠിക്കുക, അല്ലെങ്കിൽ ആരും മതം പഠിക്കാതിരിക്കുക, ഇതിലേതെങ്കിലും ഒന്ന് നടക്കുക. അപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ഈ ഞെട്ടൽ കണ്ട് ഇങ്ങനെ ശീലിച്ച ആൾക്കാർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക്